അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോളി ടോമി. ഞാൻ നീലീശ്വരം കരേറ്റമാതാ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 9 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ 17ാമത്തെ പ്രാവശ്യം പുതുക്കി ഉടമ്പടി. ഇപ്പോഴത്തെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു വീട് 22 വർഷമായിട്ടുള്ളൊരു വീടായിരുന്നു. അത് ഒന്ന് അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്കതൊന്ന് പുതുക്കി പണിയണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വഴിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ലോണൊന്നും കിട്ടില്ലായിരുന്നു, കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനെന്നും ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് പറയും, മാതാവിൻ്റെ ഉടമ്പടി ഒപ്പിട്ട് 2 മുറി പണിയാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ലോൺ ശരിയാക്കി തന്നു. ഞങ്ങൾ ഞാൻ 2 മുറി വീടാണ് മാതാവിനോട് ചോദിച്ചത്. പക്ഷെ മാതാവ് അത് മൊത്തം മാറ്റി ഒരു കൊട്ടാരം പോലത്തെ വീട് ഞങ്ങൾക്ക് പണിത് തന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ വെഞ്ചരിപ്പ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ ചെവിയിലൊരു ചെറിയൊരു ഇതുപോലെ കുരു പോലെ വന്നു. അത് ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് നന്നായിട്ട് പഴുത്തു. അപ്പം എനിക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ പോയി ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും മരുന്ന് ഇത് പുരട്ടാനായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഡോക്ടറെ കാണേണ്ട വരും, ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ട വരും, അല്ലാതെ മാറില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ മടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തൂക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വേദന കുറയുണ്ടായില്ല. അപ്പം അവിടെയുള്ളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു അവരുടെ കൊച്ചിന് ഇങ്ങനെ കുരു വന്നപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പുരട്ടി, അപ്പോൾ അത് പെട്ടെന്ന് മാറിയെന്ന് പറഞ്ഞു. ഞാൻ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാനും വാങ്ങിച്ചു. എന്നിട്ട് ഞാനന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നുകൂടെ ഈ വേദന മാറിയില്ലെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഉടമ്പടി ഞാൻ ഈ മരുന്ന് പരട്ടും അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ രാവിലെ ഇരിക്കുമ്പോൾ ഞാൻ ചെവിയിൽ തൊട്ട് നോക്കുമ്പം എൻ്റെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ആ സാധനം പൊടിഞ്ഞു പോയി, ഒരു കുഴപ്പമില്ലാതെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഒരു 30 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാനത് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കേണ്ടി വരുമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴൊക്കെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തലവേദന വന്നേ അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ആ വേദന ശരിക്കും ഒരുപാട് കുറഞ്ഞു. ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തലവേദന വന്നാൽ പോലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വേദന മാറുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഇവിടുന്ന് പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും എന്ത് പത്രം വാങ്ങിച്ച് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്കൊരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ ഞാൻ കൊണ്ടുവച്ച് അവിടെ വരുന്നവർക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു 5 പേർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവിടെയുള്ള ഒരു കോൺവെൻറ്റിൽ പോയി അവർക്ക് ഇടയ്ക്ക് ഭക്ഷണം അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു കൃപാസനം ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാ മാസവും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഓർഫനേജുകളിലും അതുപോലെ രോഗി സന്ദർശനമൊക്കെ നടത്തി ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും
കോടാനുകൂടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആദ്യമൊന്നും ഞാനങ്ങനെ ബൈബിൾ എല്ലാ ദിവസവും ഒന്നും വായിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ, ചിലപ്പോൾ അതിൽ കൂടുതൽ വായിക്കും. പിന്നെ ഒരുപാട് സമയം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് മേടിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. മത്തായി 7:7-8 തിരുവചനങ്ങൾ: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ജോളി ടോമി എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങളെയാണ് നമ്മോട് പങ്കുവച്ചത്. 17 തവണ ഉടമ്പടി പുതുക്കി എന്നതിൻ്റെ അർത്ഥം എത്ര കണ്ട് നീലേശ്വരം എന്ന കാസർഗോഡ് ജില്ലയുടെ ആ മലയാറ്റൂർ നീലേശ്വരം എന്ന പ്രദേശത്ത് നിന്ന് എത്ര കണ്ട് സന്തോഷത്തോടും നല്ല മനസ്സോടും അമ്മ മാതാവിൻ്റെ അരികിൽ ഓരോ തവണ വരുന്നതിനും തൻ്റെ ജീവിതത്തെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് ദൈവശരണത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിനും സഹോദരി ശ്രദ്ധിച്ചുവെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം സൂചിപ്പിച്ചത് ഭവന നിർമ്മാണത്തെക്കുറിച്ചാണ്. ആ 2ാമത്തെ നില ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി ആലോചന ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ വഴിയില്ലാത്തത് കൊണ്ട് ലോണൊന്നും കിട്ടില്ല എന്ന പരിമിതിയും സാഹചര്യവും തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും പ്രത്യാശ കൈവിടാതെ ആ വീടിൻ്റെ ടെറസിൽ പോയി ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ദൂതന്മാരുടെ സംരക്ഷണം, നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങി വരുന്നത്, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരുന്നത് നമുക്ക് കാണാനാവും. അതാണ് ഒരു കസിൻ സഹോദരി കുടുംബത്തോട് ഇങ്ങോട്ട് വന്ന് അത് പണയം വയ്ക്കുവാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഈട് കൊടുക്കുകയും അതുവഴി ലോൺ എടുത്തുകൊണ്ട് ആ നിർമ്മാണ പ്രവൃത്തികൾ മുഴുവൻ പൂർത്തീകരിക്കുവാൻ കുടുംബത്തെ സഹായിക്കുകയും ചെയ്തത്. 2 മുറി ആഗ്രഹിച്ച കുടുംബം വളരെ മനോഹരമായ വീട് പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് വഴിയൊരുക്കിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. 2 രോഗസൗഖ്യങ്ങളെയും സഹോദരി അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു. ആദ്യത്തേത് ചെവിയുടെ അകത്ത് വലിയ വേദനയോടുകൂടി ഉണ്ടായിരുന്ന ഒരു കുരുവാണ്. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് സൗഖ്യപ്പെട്ട വിഷയവും അതോടൊപ്പം മൈഗ്രെയിൻ്റെ 10-30 വർഷമായുള്ള ക്ലേശത്തിൽ നിന്ന് അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്താൽ സൗഖ്യപ്പെട്ടതും സഹോദരി സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവതിരുസന്നിധിയിൽ കൂടുതൽ എളിമയുള്ളവരാക്കുന്നു. ദൈവതിരുസന്നിധിയിൽ കുറേ കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാക്കുന്നു. ദൈവതിരുസന്നിധിയിൽ കുറേ കൂടി ആത്മീയ ജീവിതം വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നയിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഏതൊക്കെ രീതികളിൽ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി, ദൈവസന്നിധിയിൽ നന്മയായി എന്നെ തന്നെ ഞാൻ ജീവിക്കുന്നുവെന്ന് സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കേവല ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് പ്രിയങ്കരമാം വിധം ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉടമ്പടി നമ്മളെ സഹായിക്കണം. അവിടെയാണ് ഉടമ്പടിയുടെ ആത്മാവടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് ദൈവകരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുവാനുള്ള നിത്യതയെ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഉടമ്പടി എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിൽ നിലനിൽക്കുന്നവരാവുക. ഉടമ്പടിയിലൂടെ ഓരോ അനുഗ്രഹം കിട്ടുന്തോറും കൂടുതൽ എളിമയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നവരാവുക. ഉടമ്പടി നമുക്ക് ഭൗതിക നന്മകൾക്കൊപ്പം തന്നെ ആത്മീയമായ വഴികൾ തുറക്കുകയും ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയും വചനം വായിക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ എന്നും സ്നേഹത്തോടും ആദരവോടും പങ്കുചേരുവാൻ, അഗതികൾക്കും ക്ലേശിതർക്കും വേണ്ടി നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉടമ്പടി ഈ ലോകത്തിൻ്റെ ഒരു പദ്ധതി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കും വേണ്ടിയുള്ളൊരു പദ്ധതി മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഉറപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ആത്മീയ ഗുണപരമായി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കൈമാറിയിരിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മയുള്ളതാക്കുവാൻ, വിശുദ്ധിയുള്ളതാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തോട് നമ്മൾ എത്ര ചേർന്ന് നിൽക്കുന്നുവോ, ദൈവാത്മാവിനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വസിക്കുവാൻ നാം ഇടം കൊടുക്കുന്നുവോ, അതനുസരിച്ച് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ തീരുമാനം
സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവിൻ്റെ സഹായത്തിൽ ലഭിക്കുന്നത് അനുഭവിക്കുവാനാവും. അതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മ നമ്മളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. ഈ കുടുംബത്തിനും ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.